ഹലോ സ്റ്റുഡൻസ്, NIOS എക്സാം എഴുതിയിരിക്കുന്ന ഓൾ സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് SSLC +2 സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലേ? പക്ഷേ NIOSന്റെ റൂൾ പ്രകാരം 45 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിനു മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇനി എങ്ങനെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ ഇതുപോലെ കുറേ ലാംഗ്വേജസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഡിജി ലോക്കറിന്റെ കുറച്ച് ഫീച്ചേഴ്സ് അടങ്ങുന്ന വിൻഡോസ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡിജി ലോക്കറിന്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് കാണിക്കും. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ എന്നും ക്രിയേറ്റ് അക്കൗണ്ട് എന്നും നിങ്ങൾക്ക് കാണിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡിജി ലോക്കർ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. നിങ്ങളുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡായിട്ട് ഏത് ഫോൺ നമ്പർ ആണോ നിങ്ങൾ ലിങ്ക് ചെയ്തത് ആ നമ്പർ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ അതിലൊരു 6 ഡിജിറ്റ് നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി ഡിജി ലോക്കർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുത്ത് നിങ്ങളുടെ യൂസർ നെയിം, അതല്ല ഫോൺ നമ്പർ ഓർ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് സെർച്ച് ഓപ്ഷനിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ NIOSന്റെ അണ്ടറിലുള്ള കുറെ ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. 10th പാസ്ഡ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 10th മാർക്ക് ഷീറ്റ്, +2 പാസ്ഡ് സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ഷീറ്റ് എന്നിങ്ങനെ കുറേ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൽ ഓൾറെഡി നിങ്ങളുടെ പേരുണ്ടായിരിക്കുന്നതാണ്. അതിന് താഴെ നിങ്ങളുടെ റോൾ നമ്പർ, അതിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റോൾ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിന് താഴെ നിങ്ങൾ ഏത് ഇയർ ആണോ എക്സാം എഴുതിയത് ആ ഇയറും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഡോക്യുമെന്റ് എന്ന് കൊടുത്താൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഓപ്പൺ ആയി വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ഷെയർ ചെയ്യാം. ഇനി +2 സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും ഡിജി ലോക്കറിൽ ഫെച്ച് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്.